ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്ത് ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാറില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഹൈക്കമാൻഡിൽ നിന്ന് നിരീക്ഷകർ വരികയും MLA-മാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ആ MLA-മാരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലും ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലും കോൺഗ്രസ് പ്രസിഡന്റ് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാവരും അംഗീകരിക്കും. ഇതാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാനുമുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ആ പ്രൊസീജിയറിൻ്റെ ആദ്യഘട്ടം നടന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് രണ്ടാമത്തെ ദിവസം ഹൈക്കമാൻഡ് നിരീക്ഷകർ ശ്രീ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്ത് വരികയും ഞങ്ങൾ 63 MLA-മാരുടെയും അഭിപ്രായങ്ങൾ അവർ കേൾക്കുകയും ഞങ്ങൾ ഐകകണ്ഠേന യുനാനിമസായി ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. എന്ത് തീരുമാനവും കോൺഗ്രസ് പ്രസിഡന്റിന് എടുക്കാം എന്നാണ് ആ തീരുമാനം 63 MLA-മാരും ചേർന്ന് പാസ്സാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ മുതിർന്ന നേതാക്കളെയും MP-മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർ ഇന്നലെ ഹൈക്കമാൻഡിന് നൽകി. ഇന്നലെ കോൺഗ്രസ് പ്രസിഡന്റ് രാത്രിയോടുകൂടി തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. അവരുമായിട്ടുള്ള ചർച്ച ഇന്നും നാളെയുമായി പൂർത്തീകരിക്കും. അപ്പോൾ ഇതൊരു പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയറിനൊടുവിൽ ഒരു നാളെയോ അല്ലെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോമായി ആ പ്രൊസീജിയർ പൂർത്തീകരിക്കും. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ഉടനടി ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടാകും. അതുവരെ മാധ്യമങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം, ആഘോഷിക്കാം, കൗണ്ടുകൾ ഇടാം. അതൊക്കെ പിന്നെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആഘോഷമൊന്നും ഇല്ലാതെ എങ്ങനെയാണ് പണ്ട് കാലത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ ഇതൊന്നും അത്ര എന്താ പറയുക ഒരു വലിയ ഓവർ ആയിട്ടുള്ളൊരു ഇതായിട്ട് കാണുന്നില്ല. ഞങ്ങൾ കാണുന്നത് ഇതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ആ പ്രക്രിയ ഞാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയാണ്. അതങ്ങനെ ഇല്ല, അക്രമം എന്നുള്ളതല്ല. അത് ഫ്ലെക്സുകൾ വെക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. നമ്മുടെ പാർട്ടിയെക്കുറിച്ചൊന്നും നിങ്ങളെ ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോൺഗ്രസിൽ നമുക്ക് പല നേതാക്കന്മാരെ ഇഷ്ടമുണ്ടാവും. ആ നേതാക്കന്മാരുടെ പേര് പറയാനും അവരുടെ പേരിൽ മുദ്രാവാക്യം വിളിക്കാനും ഇനി അവരുടെ പേരിൽ ഒരു ഫ്ലെക്സ് വെക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്, നാളുകളിലുമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ സൗന്ദര്യം അത് തന്നെയാണ്. എനിക്കൊരു ഇഷ്ടമുണ്ടെങ്കിലും ഒരു അനിഷ്ടമുണ്ടെങ്കിലും എൻ്റെ പാർട്ടിയിലും ഇനി വേണ്ടി വന്നാലൊന്ന് മാധ്യമങ്ങളുടെ മുമ്പിലും പ്രകടിപ്പിക്കാനുള്ള അവസരം ഈ പാർട്ടി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ എല്ലാവരും പല കുറവുകൾ നിങ്ങൾക്ക് പാർട്ടിയിലുണ്ട് എന്ന് പറയുമ്പോഴും ഈ പാർട്ടിയിൽ വിശ്വസിച്ച് നിൽക്കുന്നത്. അതൊരു സ്വാതന്ത്ര്യമുള്ള അഭിപ്രായമുള്ള പാർട്ടിയാണ്. അപ്പോൾ ചില നേതാക്കന്മാരെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകരുണ്ട്. അവർ ആ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറമായിട്ട് അതിൻ്റെ മേലൊരു പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെയല്ല, ഇത് നമുക്ക് അത് പല സ്നേഹപ്രകടനങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെതായ പ്രാധാന്യം കണ്ടാൽ മതി. പിന്നെ ആരും വെക്കുന്നതിന് ഞാൻ എതിരല്ല, പക്ഷെ കീറുന്നതിന് ഞാൻ എതിരാണ്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫ്ലെക്സുകൾ ആര് വേണമെങ്കിലും വെക്കട്ടെ, പക്ഷേ അതൊന്നും കീറിക്കളഞ്ഞ് മറ്റൊരു ഫ്ലെക്സ് വെക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരു നേതാവിനെ ഇഷ്ടമുണ്ടെങ്കിൽ ആ നേതാവിനെക്കുറിച്ച് 2 നല്ല വാക്ക് പറഞ്ഞു എന്ന് വിചാരിച്ച് ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ആർക്കും പറയാം, എന്തും പറയാം. പക്ഷേ മറ്റൊരു നേതാവിനെ പരസ്യമായി വിമർശിക്കുകയും അല്ലെങ്കിൽ പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് ഞാൻ എതിരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.